ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് റാഫിഞ്ഞ എന്ന് പറയുന്ന കളിക്കാരൻ ബാർസലോണയുടെയും ബ്രസീലിൻ്റെയൊക്കെ ഐക്കണായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ബാർസലോണ ആരാധകനക്കോ അതല്ലെങ്കിൽ ഒരു റാഫിഞ്ഞ ആരാധകനക്കോ ഒരു ഫുട്ബോൾ ആരാധകനക്കോ അദ്ദേഹത്തിൻ്റെ തുടക്കകാലം, ബാർസലോണയിലെ തുടക്കകാലം ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയൂല. അത്രക്കൊരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്ന ഒരു മനുഷ്യനായിരുന്നു റാഫിഞ്ഞ. അപ്പോൾ ഇന്നലെ ബ്രസീൽ വേഴ്സസ് കൊളംബിയ മത്സരം നടന്നു. ഈ മത്സരത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ റാഫിഞ്ഞയുടെ ഓരോ ഡ്രിബ്ലിംഗ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ റാഫിഞ്ഞയുടെ ഓരോ മുന്നേറ്റങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് രോമാഞ്ചാവാണ് ചെയ്യേണ്ടത്. കാരണം എത്ര സിമ്പിളായിട്ടുള്ള ആ ഒരു സാമ്പ നൃത്തച്ചുവടുണ്ടല്ലോ, ആ കാലിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വിങ്ങുകളിലൂടെ ഇങ്ങനെ കടന്ന് ആക്രമിക്കുന്ന ഒരു ശൈലിയുണ്ട് റാഫിഞ്ഞയ്ക്ക്. അപ്പോൾ ബാർസലോണയിലായാലും ബ്രസീലിലായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയിൽ ആസ്വദിക്കുക നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് റാഫിഞ്ഞ മുമ്പിൽ ഇട്ട് തരുന്ന പോലെയാണ് നമുക്ക് തോന്നില്ല. കാരണം നല്ല ആസ്വാദനമാണ് റാഫിഞ്ഞയുടെ ഡ്രിബ്ലിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഒരു കേവിങ് ഷോട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഗോളായി മാറുമ്പോൾ വാട്ട് എ ബ്രില്യൻ്റ് എന്ന് പറയുന്ന രീതിയിലാണ് റാഫിഞ്ഞ തൻ്റെ കരിയർ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു സൗന്ദര്യം അറിയോ ആ ഒരു ഡ്രിബ്ലിങ്ങിനും ആ ഒരു കളിശൈലിക്കൊക്കെ.